മധ്യപ്രദേശിൽ വെറും 2-3 ആളുകളാണ് ഇത്രയും പശുക്കളെയും കൊണ്ട് പോണത്. കാളകളുണ്ട്, പശുക്കളും ഉണ്ട്, എല്ലാം ഉണ്ട്. കയറും ഇല്ല, ഒന്നുമില്ല. നമ്മുടെ നാട്ടിൽ ഒരു പശുവിനെ കൊണ്ടാൽ പാടുപെടുമ്പോഴേ എല്ലാം കൃത്യമായിട്ട് എടുത്തെടുത്ത് വിൽക്കും. 2-3 പേരേ ഉള്ളൂ, 4-5 പേരാണ് ഈ ആയിരക്കണക്കിന് പശുക്കളെ കൊണ്ട് പോണത്. ഇതേ കുഞ്ഞുണ്ണിയാണ് ഇതേ നോക്കി. ഇവിടുത്തെ പശുക്കള് നമ്മുടെ നാട്ടിൽ കൊമ്പൊക്കെ അതെ ഒരു കാള ഭഗവാനെ, അവനാണ് ലീഡർ, ഇവരാണ് തേരാളികള്. അയ്യോ ഭയങ്കര രസമായി പോയല്ലോ അത്. എത്ര പേരാ, എത്ര ഇതല്ലേ. ആടുകളെ കൊണ്ട് പോണ ഒത്തിരി ഇത് കണ്ടു നമ്മള്. പക്ഷെ ഇവിടെ മലന്ന് കിടന്നു പാട്ട വെച്ചേ ഒരു ബിൽഡിംഗ് ഉണ്ടാക്കാൻ ഇവർക്ക് ഒരാഴ്ച മതി അല്ലേ? പെട്ടെന്ന് അല്ലേ? ഇപ്പൊ റോഡ് നോക്കിയേട്ടാ, റോഡ് നോക്കി. ഇവിടെ സ്പ്രിംഗ്ലറും കൊണ്ട് ചോള. അത് വല്ലാതെ ഇവിടെ വെള്ളമുണ്ട് കേട്ടോ. മഴ പെയ്തതേ അതല്ല, ഇവിടെ പച്ചപ്പുണ്ട്. മധ്യപ്രദേശിലൊക്കെ മഴ ഇട്ടിട്ടുണ്ട്. നമ്മുടെ നാട്ടിലാണ്, ആസാമിലും കേരളത്തിലുമാണ് സത്യത്തിൽ ഏറ്റവും കൂടുതൽ മഴ. നമ്മുടെ ചിറാപൂഞ്ചിയെ പിടിച്ചിട്ടില്ലേ? ചിറാപൂഞ്ചി ഏറ്റവും മഴ ലഭിക്കുന്ന സ്ഥലം എന്നൊക്കെ പറഞ്ഞ ഒരു വണ്ടിയില്ല അല്ലേ? ഒരു വണ്ടിയില്ല, ചുമ്മാ. ഏതാ? ആസാമിലെ റോഡ് നോക്കിയേട്ടാ. വാഹനങ്ങൾ തീരെ കുറവാണ്, പക്ഷെ പണിതിട്ടേക്കോ ചരക്ക് വാഹനങ്ങൾക്ക് അല്ലേ? ഒരു പുഴയാണോ വറ്റി കിടക്കണം? നോക്കിയേ, വറ്റി വരണ്ട കിടക്കണേ. നമ്മളിവിടെ നിന്ന് കഴിഞ്ഞപ്പോഴില്ല, സീറ്റ് ബെൽറ്റ് ഇല്ലാന്ന് പറഞ്ഞ് ഒരു പ്രശ്നം ഉണ്ടാകും. ഉറക്കൊണ്ടിരുന്ന ഇവിടെ സിപ്പി റാങ്കിലുള്ള എൻ്റെ അപ്പുറത്ത് ഇതോ ഓർക്കുണ്ടാവും. വർഷങ്ങൾക്ക് മുമ്പ് ഒന്നും പറഞ്ഞില്ല അവര്. അതിലാണോ കഞ്ചന? ഇതോ കാഞ്ചാണ്, നമുക്കറിയില്ല. ഈ പാലത്തിന്റെ വീതി നോക്കിയേ, ഇത്രയും വീതിയുള്ള പാലം. ഒരു ചെറിയ പുഴയ്ക്ക് പോലും ഇത്രയും വീതിയുള്ളൊരു പാലം അല്ലേ? ഇതിന്റെ അപ്പുറം ഉണ്ട് 8-6 വരിയാണ് ഈ പാലം, 2 പാലവും. കാടല്ല, പുഴ തീർന്ന് ഇത് കര ആയി മാറുന്നതാണ്. ചെറിയൊരു ചൂട് അതെ. ഹോട്ടലാണോ? അവിടെ ഡബ്ബയുണ്ട്. അതിന്റെ ഗോദാവരി എവിടെ? ഒത്തിരി ഇവിടെ പുതിയ റോഡാ അല്ലേ? പുതിയ ലോഡ്ജുകളെല്ലാം വന്നു അല്ലേ? ഒരു വനപ്രദേശമായിരുന്നു. വനപ്രദേശത്തിന്റെ അപ്പുറത്തും എന്തോ ഹോട്ടലൊക്കെ ഉണ്ട്. ഇതന്നെ അത് എന്നാ ഒത്തിരി ഫോട്ടോസ്. അതല്ലേ? ഇത്ര നേരിട്ട് നമ്മുടെ ഫ്രണ്ടിൽ ഒരു വണ്ടി കണ്ടില്ല അല്ലേ? സർവീസ് റോഡ് സ്റ്റാർട്ട്സ്. ഈ വഴിക്കോടെ നമ്മളോട് ഏതാണ്ട് 89 കിലോമീറ്റർ ഇങ്ങനെ പോകാനാണ് പറഞ്ഞേക്കണേ. അത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് അങ്ങനെ 89 കിലോമീറ്റർ പോകാൻ പറയുമ്പോൾ അത് കാണിക്കാൻ കഴിയില്ലാത്തതുകൊണ്ട് തൽക്കാലം വീഡിയോ സൈൻ ഓഫ് ചെയ്യേണ്ട സമയമായിരിക്കുന്നു, വൈൻഡ് അപ്പ് ചെയ്യേണ്ട സമയമായിരിക്കുന്നു. ചെറിയ വീഡിയോ ആയിരുന്നു, ഒരു പശുവിനെ കണ്ടപ്പോൾ നമ്മൾ എടുത്തതാണ്.
അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം, ഗുഡ് ബൈ. വീഡിയോ വൈൻഡപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് തോന്നുന്നു. 2 മിനിറ്റ് കഴിഞ്ഞിട്ട് ടോൾ പ്ലാസ വരുന്നുണ്ട്. 2 മിനിറ്റോടെ നമ്മുടെ കാണികൾക്ക് വേണ്ടി നമുക്ക് ഈ വീഡിയോ തുടരേണ്ടിയിരിക്കുന്നു. എന്ത് രസമാണ് ഇത്. പ്രദേശം നോക്കി, പരിസരം നോക്കി. ആ ടോൾ പ്ലാസയിലുള്ള വഴിയുടെ സ്ഥലത്തിൻ്റെ 2 വശത്തും 4 റോഡാണ്. ഒന്നവിടെ, ഒന്നിവിടെ 6 വരിയാണ് മൊത്തം അല്ലേ? അല്ല, 2, 4, 8 വരിയാണ്. ഈ ടോൾ പ്ലാസ ഏതാന്ന് നോക്കി. കാറിന് 160 രൂപയാണെന്ന് തോന്നുന്നു. ഇതിലെ പോകില്ലേ? ചെറുതല്ല കേട്ടോ, ഒരു വെറൈറ്റി. ഈ ടോൾ പ്ലാസയുടെ അങ്ങേറ്റത്തൊരു കടയുണ്ട്. നമുക്കൊരു ചായ കുടിച്ച് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. അങ്ങോട്ട് ചെന്നിട്ട് ആ കട ഒന്ന് കണ്ടിട്ട്. നല്ല തണലും ഉണ്ട്. നമ്മുടെ കാണികൾക്ക് വേണ്ടി നമ്മളുടെ ഭക്ഷണം കഴിക്കുന്ന കൊച്ചു ഹോട്ടലിൽ നിന്ന് അത് കഴിക്കുകയുള്ളൂ. ഞാൻ ആദ്യം പറഞ്ഞു, വൃത്തി മെനയൊന്നും ഇല്ലെങ്കിലും അവരുടെ ഭക്ഷണം വൃത്തിയുള്ളതാണ്. വൃത്തിയും മെനയുമുള്ള ആര്യഭവനിലെ 7 ദിവസം പഴക്കമുള്ള ഭക്ഷണം കഴിക്കുന്നതിന് നമുക്ക് നല്ലതും ഒടുക്കത്തെ വിലയുള്ള കഴിക്കുന്നത് നല്ലത് ഇങ്ങനെയുള്ള സ്ഥലത്തുള്ള ഭക്ഷണങ്ങളാണ്. സാധാരണക്കാരുടെ കൂടെ കഴിക്കുന്ന അനുഭവം ഒന്നും വേറെ തന്നെ. അപ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ.